അല്ല, ക്ഷേമ പെൻഷൻ കൂട്ടണമല്ല, 4.5 കൊല്ലം നിങ്ങളല്ലേ ഉറപ്പ് കൊടുത്തത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2500 രൂപ പെൻഷനാക്കാൻ. 4.5 കൊല്ലം അനങ്ങാതിരുന്നിട്ട് ഇപ്പൊ തോറ്റ് തുന്നം പാടുമെന്ന് മനസ്സിലായപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കണതിനൊന്നും എതിരല്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു, കൊടുക്കട്ടെ, എത്ര കൊടുത്താലും ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോഴാണല്ലോ തോന്നിയത്, ഇപ്പോൾ ഈ ഇലക്ഷൻ അടുത്ത ആഴ്ചയല്ലേ പ്രഖ്യാപിക്കാൻ പോണം. അല്ല, അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോഴുള്ള ഈ തോന്നൽ അല്ല ഞങ്ങൾ പറയണ്ടേ. നിങ്ങൾ സ്തുതിഗീതം മാത്രം പാടിയാൽ പോരല്ലോ. ഞങ്ങളുടെ റോള് വിദൂഷകരുടെ റോളല്ലല്ലോ. പ്രതിപക്ഷത്തിൻ്റെ റോള് വിദൂഷകരുടെ റോളല്ല. വിദൂഷകരൊക്കെ പാർട്ടിയിൽ കാണും, പാർട്ടിയിലും നിങ്ങളുടെ മാധ്യമങ്ങളിലും കാണും വിദൂഷകർ. ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ റോള് കേരളത്തിലെ ഈ ഭരണത്തിന് സ്തുതിഗീതങ്ങൾ പാടുന്ന വിദൂഷകന്റെ റോളല്ല. അല്ലല്ല, അതൊക്കെ ആളുകളെ കബളിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ നുണ പറഞ്ഞുകൊണ്ട് തരം ഉണ്ടാക്കുകയാണ്, നുണ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ PR സംവിധാനങ്ങളൊക്കെ ഉള്ളതിൻ്റെ മറവിൽ ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് യാതൊരു ബന്ധമില്ലത്. അതാണ് അവരൊക്കെ അത് മനസ്സിലാക്കി പോകാതിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. ഇതിലേക്ക് ഇത്തരം ചടങ്ങുകളിലൊക്കെ അല്ല, ഞാൻ പറഞ്ഞത് ഈ കാപട്യം തിരിച്ചറിയണം. അവരെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന ആളല്ല. ഞങ്ങളിപ്പോൾ നാളെ അവർ ആ മീറ്റിങ്ങിന് പോയാലും പോയില്ലെങ്കിലും അവരോടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബഹുമാനക്കുറവുണ്ടാവില്ല. ഞങ്ങൾ അവരെക്കുറിച്ചൊന്നും മോശമായിട്ടൊന്നും പറയുന്നു, ഈ പോയാലും പോയില്ലെങ്കിൽ. പക്ഷേ പോകാതിരിക്കുന്നത് അവരാലോചിക്കണം. ഈ തട്ടിപ്പിനെ അവർ കൂടി പോയി പങ്കാളികളായി നിന്നു കൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.